സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹാന്മാരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, അതേപോലെ സദസ്സിലുള്ള മുത്താലിം സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, നാട്ടുകാരെ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ താലോലിച്ച് നടന്ന ബഹുമാനപ്പെട്ട സയ്യിദ് രാമന്തലിൻ തങ്ങൾ അവരുടെ നാമമായി വെട്ടിപിരിഞ്ഞിട്ട് ഇന്ന് 4 കൊല്ലം തികഞ്ഞിരിക്കുക. 4ാമത്തെ ആണ്ടാണ്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. തങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് ബന്ധപ്പെടാത്ത ഒരാൾ പോലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ എല്ലാ പ്രതിബന്ധങ്ങളും, രോഗങ്ങളും, വിഷമങ്ങളും, പ്രയാസങ്ങളും, കാര്യങ്ങളുമൊക്കെ നമ്മൾ കെട്ടടിച്ച് വിൽക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളെ മുന്നിലായി. എല്ലാ പ്രയാസങ്ങൾക്കും നമ്മളെ അത്താണിയായിട്ട് കണ്ടിരുന്നത് തങ്ങളെയായിരുന്നു. തങ്ങളെപ്പറ്റി പറഞ്ഞാൽ 1000 വാക്കുകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഏതായാലും ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഒരു കാര്യം മാത്രമാണ് എന്നും മനസ്സിൽ നിന്നുള്ളത്. തങ്ങളെപ്പോലെ കേരളത്തിലെ മഹാനായ ഒരു സയ്യിദ്, ഒരുപാട് കഴിവുകൾ ഒത്തിണങ്ങിയ അതുല്യമായ അപാരമായ വ്യക്തിത്വത്തിന്റെ ഉടമ. തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എത്രയാണെന്ന് നമുക്ക് ഏതൊക്കെ ഫണ്ടിൽ എന്തൊക്കെ കാര്യത്തിൽ തങ്ങൾക്കുള്ള കഴിവുകൾ ഒരു മാറ്റിവെച്ചു നോക്കാനുള്ള ഒരു വേദി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഭാരതത്തിൽ തന്നെ തങ്ങളെപ്പോലെ കഴിവുള്ള ഒരാൾ ഉണ്ടായിരുന്നോ കാലഘട്ടത്തിൽ എന്നാലോചിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും മഹാനായ ഒരു വ്യക്തിയായിട്ട് ഓർ ജീവിച്ചതെങ്ങനെ, എത്ര ലളിതമായിട്ടാണ്. ഓരോരുടെ ആ വലുപ്പത്തരം ഒരിക്കലും കാണിച്ചിട്ടില്ല. നമ്മളാരും ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. എന്നും ഒരാരോഗ്യവും കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഓറുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർക്ക് സേവനം ചെയ്യുക, അവരെ കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് കഴിയാവുന്നത് ചെയ്തു കൊടുക്കുക. എന്തിന് നമ്മളിപ്പോ ഇതുപോലൊരു പരിപാടി ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾപ്പെട്ട 100 ആളുകൾ പല കാര്യങ്ങളുമായി ചെന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് സാധിപ്പിച്ചു തരികയാണ്. അതേ അവസരത്തിൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കും. ഇതുപോലുള്ള ഒരാളെ നമുക്ക് ലഭിക്കണമെങ്കിൽ, കിട്ടണമെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെടേണ്ടി വരും ഒന്ന് കാണണമെങ്കിൽ, ഒന്ന് കണ്ടുകണമെങ്കിൽ. അങ്ങനെയുള്ള ആ മഹാനായ തങ്ങൾ നമ്മളടക്ക് നമ്മളുടെ ഒരു സാധ്യമായിട്ട് ഈ സമുദായത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ജീവിച്ചു. അധികകാലം സേവനം നമുക്ക് ഇനിയും ഒരുപാട് കിട്ടുമെന്ന് നമ്മൾ ആശിച്ചിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് വീട്ടിൽ പിരിഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് തന്നെ പോയി ബഹുമാനപ്പെട്ട കീഴ് നമ്മൾ ഒരു 100 നൂറ്റാണ്ടുകളോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങൾ ഒരു 70 ആകുമ്പോഴേക്കും നാമുമായിട്ട് വിട്ടുപിരിക്കും. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സ്ഥാപനം കുറെ കാലം നടന്നു. നമ്മുടെ പ്രസ്ഥാനവും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 5 പതിറ്റാണ്ട് നമ്മുടെ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്നു.
കേവലം 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് 70 വയസ്സ് വരെ ഈ പ്രസ്ഥാനത്തെയും ദീനിനെയൊക്കെ സേവിച്ച് അവസാനം ഒരു മെഴുകുതിരി പോലെ കത്തിയിരിഞ്ഞ് ആ പ്രകാശം എല്ലാവർക്കും കൊടുത്ത് ആ മഹാനവരുകൾ നമ്മളെ വിട്ടുപിരിയുകയുണ്ടായി. ഞാനതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുക, എൻ്റെ മനസ്സിലുള്ള എന്നും ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ താഴ്മ, വിനയം, ഒരു മഹാനായ ഇത്രയും വലിയ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മഹാനായ മനുഷ്യൻ നമ്മളൊരിക്കലും ഒരു സാധാരണക്കാരനായി നമ്മളെപ്പോലൊരു ഇതായിട്ട് ജീവിക്കാൻ, നമ്മളിടയ്ക്ക് ജീവിക്കാൻ തയ്യാറായിട്ടുള്ളതാണ് ഞാൻ കാണുന്ന അവരുടെ ഏറ്റവും വലിയ നേതൃത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മളുടെ ആഖിറം വെളിച്ചമായി പെരുമാറട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് എല്ലാ വെളിച്ചമാക്കി പെരുമാറട്ടെ. എല്ലാ പ്രയാസങ്ങളും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ ഔദ്യോഗികമായ കർത്തവ്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഉസ്താദ് അവറുകളാണ്. സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും അതുപോലെ ജമിയത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് കൊടക്കൽ കോയക്കുഞ്ഞുങ്ങൾ അവറുകളാണ്. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹാന്മാരായ കടന്മാർ, കാളിയാർ, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ നേതാക്കന്മാർ, ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. അവരവരുടെ പ്രാധാന്യമനുസരിച്ച് വളരെ ബഹുമാനാദരവോടുകൂടി സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മഹാന്മാർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ അതിഥികളായിട്ട്, അവരുടെ മുഹിബീങ്ങളായിട്ട് പല ഭാഗത്തു നിന്നും ഇവിടെ വന്ന ആളുകളുണ്ട്. അവരെല്ലാം വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനോട് അപേക്ഷിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين أما بعد. ആദരണീയരായ ഉസ്താദുമാർ, മറ്റ് സ്റ്റേജിലും സദസ്സിലുമായ നേതാക്കന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ബഹുമാന്യരായ തങ്ങളുടെ 4ാം ആണ്ടനുസ്മരണ പരിപാടിയിലാണ് നാം ഇപ്പോൾ സംബന്ധിക്കുന്നത്. നിരവധി പരിപാടികൾ പല സ്ഥലങ്ങളിലും നടത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാ പരിപാടികളും ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും തങ്ങളുടെ വീട്ടിൽ നടന്ന പരിപാടിയിലടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത് തങ്ങളവരുടെ ഒരു മഹത്വം തന്നെയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത്തരം അനുസ്മരണ പരിപാടികൾ നടത്തപ്പെടുമ്പോൾ തങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത പലർക്കും തങ്ങളെ പോലുള്ള ആളുകളെ സ്മരിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരെയും നമ്മൾ സ്മരിക്കുകയും അവരുടെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതുപോലെ നമുക്ക് ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ ഇതുകൊണ്ടൊക്കെ അവരുടെ ഒരു മതവും സ്വാധീനവും സ്വീകാര്യതയും നമ്മിലേക്ക് ഉണ്ടാവുകയും കഴിയുന്നതൊക്കെയും ജീവിതത്തിൽ പകർത്താൻ സാധിക്കും എന്ന ഒരു മനോഭാവത്തോടുകൂടെയാണ് നമ്മളിതൊക്കെ നടത്തുന്നത്. അത് തന്നെയാണ് ധാരാളം ആളുകൾ ഇത്തരം പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നതുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിവാദത്തിന്റെ വിഷയത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ വളരെയധികം നിർബന്ധമായ ഒരു സുന്നത്തായ കാര്യം ആയാൽ പോലും ഈ കാലഘട്ടത്തിൽ വളരെ ധന്യമായി നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ തങ്ങളെ മുറുകെ പിടിച്ച് അത് ചെയ്യുന്നവർക്ക് പ്രചോദനമായി എന്ന് മാത്രമല്ല ചെയ്യിപ്പിക്കുക പോലും ചെയ്യുന്ന ഒരുപാട് ചുറ്റുപാടുകൾ തങ്ങളുടെ ജീവിതത്തിൽ അത്
തങ്ങളുമായി ഇടപഴകി ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് പ്രത്യേകമായി ഒരു ശിക്ഷണ നടപടി എന്ന നിലക്ക് തന്നെ തങ്ങൾ അത് മാതൃകയാക്കാൻ വേണ്ടി ശ്രമിക്കാം. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് ഒരു സഹാബിയുടെ നിസ്കാരം നിബിധങ്ങൾ ശ്രദ്ധിക്കുകയും ആ നിസ്കാരത്തിലെ അബദ്ധങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ സഹാബിയോട് നീ നിസ്കരിച്ചിട്ടില്ല, വീണ്ടും നിസ്കരിക്കും. 3 പ്രാവശ്യം ആവർത്തിച്ച് അതിനുള്ള പോരായ്മ സ്വന്തമായി കണ്ടെത്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ ഒരു അവസരത്തിൽ ഞങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് മക്കത്ത് നിന്ന് ഇച്ചാപ്പ എന്ന് പറഞ്ഞ ഹാജിയാണ് കൊടുവള്ളി ഭാഗത്തുനിന്ന്. അദ്ദേഹം സാധാരണ ബാങ്കും പിന്നെ കൊടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു സ്വീകാര്യത. ആ ബാങ്കും ഇക്കാമത്തും കൊടുത്ത് നിസ്കരിക്കുന്നത് തന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ അന്യമാണ്. പള്ളിയിൽ നിന്ന് ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ അതിൽ പങ്കെടുക്കാനില്ലാതെ സ്വന്തം വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഏർപ്പാട് എന്നെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളിൽ വളരെ ചുരുങ്ങിപ്പോയ ഒരു സാഹചര്യം, വളരെ അന്യമായി നിൽക്കുന്ന ഒരു ചുറ്റുപാട്. പിന്നെ ബാങ്കിനുള്ള തെർജീഹിനെ കുറിച്ചൊന്നും പിന്നെ പറയണമെന്നില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നതിൽ പോലും മുത്തഅല്ലിമീങ്ങളുടെ ബാങ്കിൽ പോലും ഈ തെർജീഹ് എന്ന് പറയുന്ന ഷഹാദത്തിന്റെ പദങ്ങളെ ചെറുതാക്കി പറഞ്ഞ് വീണ്ടും വലുതാക്കി പറയുന്ന ഒരു കാര്യത്തിലാണ് തെർജീഹ് എന്ന് പറയുന്നത്. ഈ ഇച്ചാപ്പാനോട് ബാങ്ക് കാവും കൊടുക്കാൻ പറഞ്ഞിട്ടാണ് തെർജീഹില്ലാതെ മുമ്പ് തങ്ങളോട് മുൻകാലത്തും ഒരു ഹജ്ജിന് പോവുകയും സംബന്ധിക്കുകയും ചെയ്ത് പഠിപ്പിച്ച ഒരു വിഷയമാണ്. അപ്പൊ തങ്ങളുടെ മുമ്പിൽ നിന്ന് ബാങ്ക് കൊടുത്തപ്പോൾ ബാങ്ക് തീർന്ന് തങ്ങൾ ഒന്നുകൂടി കൊടുക്കുന്നു. ഇയാൾക്ക് തിരിയുന്നില്ല, ബാങ്ക് രണ്ടിക്ക് ഞാൻ കൊടുത്തുള്ളൂ, പിന്നെന്താ രണ്ടാമത് പിന്നെ കൊടുത്ത് തെർജീഹില്ല, തങ്ങൾ ഒന്നുകൂടി കൊടുക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ചത് ഇതാണല്ലോ. അപ്പൊ മൂന്നാമത് കൊടുക്കുന്ന ബാങ്കിൽ തെർജീഹ് ആളുകൾ ഇപ്പൊ ബാങ്കായത് നിയമത്തിൽ. അപ്പൊ ഇങ്ങനെ വളരെ അന്യമായി നിൽക്കുന്ന അത്തരം സംഗതികൾ പോലും അതൊരു വലിയ ഗൗരവതരമായ സുന്നത്താണ്, സ്വീകാര്യതയുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രവർത്തനം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറ്. അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൽ സ്വലാത്തിന് മുമ്പ് ഹംദും സ്വലാത്തിന് ശേഷം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും സുന്നത്താണെന്ന് പത്രങ്ങളിൽ കാണും. അത് അവിടെ എഴുതി വെച്ചെന്നല്ലാതെ ആരാധിച്ച് ഇപ്പോ അങ്ങനെ ചെയ്യുന്നതിൽ നിൽക്കുന്നു. ഞാൻ ഇവിടുന്ന് പറഞ്ഞ എത്ര ആള് നിൽക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഇന്നക ഹമീദും മജീദ് വരെ ചെല്ലുന്ന സ്വലാത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ വഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് രണ്ടാമത്തെ ഫർളാകുന്ന രണ്ടാമത്തെ തക്ബീറിൽ അതിലെ ഫർളാകുന്ന സ്വലാത്തിന്റെ മുമ്പ് ഹംദും സ്വലാത്തിന് ശേഷം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സുന്നത്താണെന്ന് പഠിപ്പിച്ചത് കൃത്യമായി നിർവഹിക്കുന്ന മഹാനാണ് തങ്ങൾ. ഇങ്ങനെ അത്യപൂർവമായ അന്യമായി പോകുന്ന മനുഷ്യന്മാരുടെ ദൃഷ്ടിയിലേക്ക് വരാത്ത പല കാര്യങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുകയും പ്രവർത്തിച്ച് കാണിക്കുകയും പറയൽ മാത്രമല്ല, അത് കൃത്യമായി എന്ത് തന്നെയായാലും നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ധാരാളം ചെയ്യാറുണ്ട്. ദുഹാ നിസ്കരിക്കലുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്, ഹദ്ദാദ് ചെല്ലലുണ്ട്. നമ്മൾ പലരും അതൊക്കെ നിർവഹിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ സ്വന്തം പരിപാടികൾ നിർത്തിവെച്ചിട്ട് അതൊന്നും ചെയ്യുന്ന ഒരു ഏർപ്പാട് നമുക്കുണ്ടാകും. സമയമുണ്ടെങ്കിൽ നിസ്കരിക്കും, ഇല്ലെങ്കിൽ അത് പോകും. അങ്ങനെയാണ്. പക്ഷെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി എന്ത് തന്നെയായിരുന്നാലും ശരി, അതൊരു പാരമ്പര്യമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പിതാവ് ദുആ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പേരിലാണ് പയ്യന്നൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പള്ളി ഉണ്ടാക്കിയത്. ഇപ്പോ വേറൊരു കുട്ടികൾ അത് എടുത്തുപോയിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ബാപ്പയാണ് പയ്യന്നൂരിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ 2 മുനാരമുള്ള ഒരു പള്ളിയുണ്ട് വലതു ഭാഗത്ത്. ആ പള്ളി തങ്ങളുടെ ബാപ്പ സ്ഥാപിച്ചതാണ്. ട്രെയിന് കാത്തിരിക്കുന്ന സമയത്ത് ദുഹാ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നത്, കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി. എന്തിന് ദുഹാ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് പരമ്പരാഗതമായി അവിടുത്തെ കുടുംബം നടത്തി വന്ന ചില വിഷയങ്ങൾ എല്ലാം. ഹദ്ദാദാവട്ടെ, ഹദ്ദാദ് എന്നാൽ നമ്മുടെ പള്ളിയിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ദുറാത്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇശാഇന്റെ മുമ്പ് ഹദ്ദാദ് ഇരിക്കടിയ ബാക്കി പിന്നേക്കാം എന്ന് പറയും.
എന്നാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ഒരു വിരുദാണ് ഹദ്ദാദ് എന്ന നിലക്ക് ഹദ്ദാദിന്റെ ശേഷം ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ആ കാര്യം നിർവഹിച്ചിട്ട് തങ്ങള് നീയാണ്. മക്കത്ത് നിന്ന് ഒരവസരത്തിൽ തങ്ങള് വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ അതിലും പോയി കേട്ടോ, ബാബയുടെ മുറയിൽ കൂടി വീൽ ചെയർ ഇറക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ തങ്ങള് സാധാരണ ഇരിക്കുന്ന ഒരു സ്ഥലം, മുമ്പ് പഴയ പള്ളിയിൽ. അവിടെ വൈത്തറ തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഒരു ഇശാനിസ്കാരത്തിൽ തങ്ങളെ ഹദ്ദാദ് വൈത്തറ വന്ന് തങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു ലോക്യവും അത് ദേശം അനിഷ്ടം വൈത്തറക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും തങ്ങൾ ആ ഹദ്ദാദ് കഴിഞ്ഞതിന് ശേഷം അല്ലാതെ അദ്ദേഹവുമായി അത് ഒരാളെ നിസ്സാരമാക്കിയതോ ഈ വിവാദത്തിനുള്ള പ്രാധാന്യം മറ്റൊന്നിനുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൃത്യത മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുത്തുകയും പ്രവർത്തനത്തിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് തങ്ങളവറുകള് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉപ്പ് കൊണ്ട് തുടങ്ങി ഉപ്പ് കൊണ്ട് അവസാനിപ്പിക്കാറ്, അങ്ങനെയല്ല പറയുന്നത്. അപ്പോ തങ്ങളുടെ സമയത്ത് അത് ശരിക്കും നിർവഹിക്കാൻ ചിലപ്പം നമ്മുടെ ഭാഗത്തേക്കാളും മറ്റു ചിലരുണ്ട്. ഞാൻ ഇവിടെ പശുക്കടവില് ഇവിടുന്നൊരു നിക്കാഹിന് പോയിരുന്നു. പശുക്കടവിൽ ഒരുപാട് ഹിന്ദുക്കളുടെ സ്ഥലം. അവിടെ 1-2 ആൾക്കാരുണ്ട് വന്നിട്ടുണ്ട്. കൊറോണ കാലത്തല്ലേ, കുറച്ച് മുമ്പ് 2-3 കൊല്ലം മുമ്പ്. അപ്പൊ അവിടെ വിളമ്പുന്നതും വെക്കുന്നതൊക്കെ ഹിന്ദു സഹോദരങ്ങൾ. ആദ്യം ഒരിക്കലും ഇലയില് ഉപ്പും വിളമ്പിയത് ഫസ്റ്റ് ഉപ്പ് കൊണ്ട് തുടങ്ങി പപ്പടം കൊണ്ട് അവസാനിപ്പിക്കുന്ന പോലെ ചെയ്യും. അതായത് വലിയ ഒരു ഞണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ആദ്യം ആ ഉപ്പ് വിളമ്പിയോ പിന്നെ വന്നിട്ടില്ല, അങ്ങനെ പോയില്ല. ഉപ്പും വിളമ്പി കൊണ്ടുപോയി. പിന്നെ ബാക്കിയുള്ള 18 തരം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, ഓരോ കറികളും അങ്ങനെ. അപ്പോ അത് നമ്മുടെ നടപ്പിൽ വരുത്തുന്നില്ലെങ്കിലും നടപ്പിൽ വരുത്താൻ ഒരു കൂട്ടരുണ്ടല്ലോ. അപ്പൊ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കല്യാണത്തിനായാലും ഏത് ഹോട്ടലിലായാലും എന്ത് പരിപാടിയായാലും പിന്നെ അറിയാവുന്നവർക്കറിയാം തങ്ങൾക്ക് ആദ്യം കൊണ്ടൊക്കെ ഉപ്പാണ്. ആ ഉപ്പിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇത് കൃത്യമായി എന്ത് നഷ്ടപ്പെട്ടാലും അതൊക്കെ പങ്കലിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മംഗലത്തിന് പറ്റില്ല. ചുപ്പിന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമെന്നുണ്ടാവും. പക്ഷെ കാരണം അങ്ങനെയാണല്ലോ നമ്മളെ നമുക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങളും അത്യപൂർവമായി നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുന്ന അത്തരം കാര്യങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടി നമ്മെ പഠിപ്പിച്ച് എടുത്തു. അത് ഇപ്പോ ബഹുമാനപ്പെട്ട തങ്ങളുടെ മകനും ആ ഒരു രീതിയിൽ തന്നെ അത് വലിയൊരു സംഭവം തന്നെയാണ്. നമുക്ക് ഒരു പ്രതീക്ഷയാണ്. അള്ളാഹു പ്രതീക്ഷ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ കണ്ടില്ല, ഇപ്പോ ലോകത്തെവിടെയും ദർസുമില്ല, പള്ളിയില്ല, മദ്രസയില്ല, ഒരു സംഗതിയില്ല. എല്ലാം പൂട്ടിപ്പോയാലും എല്ലാം അടക്കപ്പെട്ടു പോയി. പക്ഷേ തങ്ങളുടെ ദർസ് ഒരിക്കലും നിന്നിട്ടില്ല. കൊടുവള്ളി തങ്ങളുടെ പള്ളിയിൽ നടന്ന ആ ദർസ് കൊറോണ സമയത്ത് അവിടെ നിന്ന് പോയപ്പോ അതങ്ങനെ തന്നെ മെരടോടെ പൊരിച്ചിട്ട് പയ്യന്റെ ഒരു പുലരാണ്. തങ്ങൾ പുരണ്ടാക്കും ഇതെന്തിനായിട്ടാ പുരാതെല്ലാം പലരും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ തങ്ങൾക്ക് വേണ്ടി എല്ലാം അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലൊരു നല്ല ഒരു നെയ്യത്താണ്. തങ്ങൾക്കറിയാം ഈ ഒരു കൊറോണ കാലഘട്ടത്തിലും 1000-1500 ആളുകൾ അവിടുത്തെ ഇതിന് പങ്കെടുത്തല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളുടെ ആണ്ട് പരിപാടിക്ക് സംബന്ധിച്ചല്ലോ. അപ്പോഴും കയറാനും ഇറങ്ങാനും വിശ്രമിക്കാനും 13 കുട്ടികളെയും മുദരിസിനെയും ശമ്പളം കൊടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആളുകളെ വെച്ച് അവർക്കും ശമ്പളം കൊടുത്തിട്ട് 10 മാസമായി ആ ഭവനത്തിൽ ദർസ് നടക്കുക. കുഞ്ഞാൻ സാഹിബ് ആമിർ ബാത്തുമിയാണ് ദർസ് നടത്തുന്നത്. ഇത് തങ്ങള് കാണിച്ചു കൊടുത്ത ആ ഒരു പാരമ്പര്യത്തെ കൃത്യമായി കൊണ്ടു നടക്കാൻ അവിടുത്തെ ഒരു മദത് കൊണ്ട് തന്നെയാണ് കഴിയുന്നത്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പങ്കെടുത്തതിനൊക്കെ ബഹുമാനപ്പെട്ടവരുടെ മദത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരം ആളുകള് നാളെ പാരത്രിക ലോകത്ത് നമ്മെ കൈപിടിച്ച് ശുപാർശ ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ നമ്മുടെ ഇതിലൊക്കെ പങ്കുചേരുമ്പോ അത് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല നമ്മുടെ പ്രതീക്ഷ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അധ്യക്ഷൻ
അങ്ങനെയായ തങ്ങളെ ബഹുമാനപ്പെട്ട കാളിയ മറ്റ് സ്റ്റേജിൽ ഉപസ്ഥരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആലിമീങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, സുഹൃത്തുക്കൾ, സഹോദരൻ, മഹാനായ ശ്രീ രാമചന്ദ്രൻ തങ്ങളവരുടെ 4ാമത്തെ ആണ്ട് അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. ഈ മഹത്തായ സദസ്സിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മഹാനായ തങ്ങളുടെ മഹത്വങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അടുപ്പവും ബന്ധവുമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കുഞ്ഞാലുസ്താദിനെ പോലെയുള്ള കാജാരെ പോലെയുള്ള ബഹുമാന്യർ അവരുടെ അനുഭവങ്ങൾ ഇവിടെ പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലത്തെ അനുഭവം മാത്രമേ മഹാനായ തങ്ങളുമായി എന്നാലും ഒരു രാഷ്ട്രീയക്കാരെന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകരെന്നുള്ളവർക്ക് തങ്ങളേറെ സ്നേഹിക്കുകയും ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. തങ്ങളുടെ അന്ത്യം തന്നെ മഹാനായ ഇ അഹമ്മദ് സാഹിബ് മരണപ്പെട്ട ദിവസമായി. ഇ അഹമ്മദ് സാഹിബിന്റെ അന്ത്യം പറഞ്ഞ ഉടനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ണൂരേക്ക് പോകാൻ നോക്കുമ്പോഴാണ് മഹാനായ തങ്ങളവരുടെ അന്ത്യം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴായും തങ്ങളവകൾ അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ച് പല കഥകളും എന്നോട് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള സംസാരങ്ങൾ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ച് രാമത്തിൽ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇത്ര ബന്ധമുള്ള തങ്ങളൊരു രാഷ്ട്രീയക്കാരനല്ല, എന്നാൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവുമായി പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളും പുറവും ഇങ്ങനെ പഠിച്ചിട്ടുള്ള ഒരു മഹാൻ ഇതെങ്ങനെയാണ് എന്ന് ഞാൻ പലപ്പോഴായി ചിന്തിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യം അറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ ഒരു വിധി, ഒരേ ദിവസം രണ്ടുപേരും പരലോകത്തേക്ക് പോയത്. പലപ്പോഴായും ഒരു മതസംഘടനയുടെ വക്താവ് എന്നതിലുപരിയായി മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴായും
ചർച്ച ചെയ്യപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ തങ്ങൾ. ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരിയായി മുസ്ലിം ഉമ്മത്തിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ ഗഹനമായി ചർച്ച ചെയ്യുകയും ഗഹനമായി ചിന്തിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള മഹാനാണ്. നമുക്കറിയാം, വെള്ളൂർ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സംസാരവും പ്രസംഗവുമല്ല അവിടെയുള്ള പ്രയാസം അനുഭവിച്ചിട്ടുള്ള മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വല്ലാത്ത കുളിർമ കിട്ടിയിട്ടുണ്ട്, ഒരാശ്വാസം കിട്ടിയിട്ടുണ്ട്, ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം അവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, സംസ്ഥാന ജമിഅത്തുലമയുടെ തലപ്പത്തുള്ള ഒരു മഹാനവറുകൾ എന്നതിൽ അപ്പുറം മുസ്ലിം സമുദായത്തെ ആകമാനം ഉൾക്കണ്ണുകൊണ്ട് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനുള്ള വിശാല മനസ്കത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ആശ്വാസവും സമാധാനവും കിട്ടിയത് മഹാനായ തങ്ങളാണ്. നിങ്ങൾക്കറിയാം, ചിലക്കാട് വെച്ച് ബോംബെറിഞ്ഞപ്പോൾ കോഴിക്കോട് നിന്ന് വെല്ലൂരേക്ക് പോയി. ഞാൻ കോഴിക്കോട് ആശുപത്രിയിലുള്ള സമയത്താണ് മഹാനായ തങ്ങളവർ ഹജ്ജിന് പുറപ്പെടുന്നത്. അദ്ദേഹം ആശുപത്രിയുടെ താഴെ റോഡിൽ വണ്ടി നിർത്തി അവിടുന്ന് ദുആ ചെയ്തു. അതിനുശേഷം മക്കത്തിൽ വെച്ച് ആ പരിശുദ്ധ പുണ്യമായ ആ സ്ഥലത്ത് വെച്ച് ദുആ ചെയ്തു. അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ എന്നെ വെല്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. തങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ പറഞ്ഞു. ഞാൻ പോയി. എന്റെ കൂടെ എന്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എന്റെ വയറ്റിൽ എന്നാൽ ഈ കരളിന്റെ അടുത്താണ് ബോംബിന്റെ ചീളുണ്ട്, 2 ചീളുണ്ട്. അത് എടുക്കാൻ കഴിയില്ല, ഓപ്പറേഷൻ വേണം. ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ എടുക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അതുവരെ എനിക്ക് വളരെയധികം ഭയം തന്നെയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഭയമായിരുന്നു. പക്ഷെ തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ വണ്ടിയിൽ പോയി ഇറങ്ങി അവിടെ ഇരുന്നപ്പോ തങ്ങളെ മന്ത്രിച്ചു എന്ന് മാത്രമല്ല, ഒരു കുപ്പിയിൽ വെള്ളമെടുത്ത് മന്ത്രിച്ച് എന്നോട് ഇപ്പം തന്നെ കുടിച്ചോളാം എന്നാൽ ആ വെള്ളം കുടിച്ചതിന് ശേഷം ഇന്നത്തെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയുക. അതേ സ്ഥാനത്ത് അതിലപ്പുറം ഇങ്ങനെയുള്ള മഹാന്മാരെ നമുക്ക് കിട്ടിയത്, ഒരു വീട് കിട്ടിയതുപോലെ കിട്ടിയത് വല്ലാത്ത ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അവരുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വേദിയിലെ രാമന്തയുടെ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ ഉസ്താദുമാരെ, നേതാക്കളെ, വാല്യങ്ങളെ, മുത്തല്യങ്ങളെ, നാട്ടുകാരെ, മഹാനായ
രാമന്തൻ മുഹമ്മദ് വൈ തങ്ങളുടെ 4ാം ആണ്ട് അനുസ്മരണ വേദിയിൽ അള്ളാഹു നമ്മെ സംഘടിപ്പിച്ച് തന്നെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. രാമന്തരുടെ ഓർമ്മകൾ മഹാനവറുകളുടെ സാമീപ്യം കൊണ്ടും അനുഭവത്തോടും പ്രയോജനാവർത്തനത്തിൽ കൊണ്ടും എല്ലാം കൊണ്ടും ഇവിടെ ഉദ്ഘാടന പ്രവർത്തനം മറ്റുള്ള പ്രവർത്തനങ്ങളുടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഞാൻ ഇന്നലെയാണ് ബഹ്റൈൻ KMCCയുടെ രാമന്തളി തങ്ങളുടെയും അതുപോലെ തന്നെ അഹമ്മദ് സാഹിബിൻ്റെയും ഉള്ള ഇതുപോലെയുള്ള അനുസ്മരണ ഒരു സദസ്സ് ഞാൻ ഓൺലൈനിൽ വീക്ഷിക്കുകയുണ്ടായി. ഞാൻ റബ്ബിനെ അദ്ദേഹത്തെ സ്തുതിക്കുകയുണ്ടായി. ഇന്ന് ഇതുപോലെയുള്ള സംഗമങ്ങൾ നാനാഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ അവദാനങ്ങൾ, തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം അനുഭവിച്ച കാര്യങ്ങൾ, തങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ, തങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന മുത്താലിമുകൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പലരും ഇന്ന് പ്രകീർത്തനത്തിലാണ്. ആ ഒരു ചുറ്റുപാടിലാണ് നമ്മളും ഇവിടെ ചാലപ്പുറം ഫലാഹിയുടെ അഭിമുഖത്തിൽ എന്തുകൊണ്ടും ഏറ്റവും അവകാശപ്പെട്ട നമ്മൾ തന്നെ ഫലാഹിയായി വളർത്താൻ, അത് പൂർവോപരി ശക്തിപ്പെടുത്താൻ എല്ലാ സമയവും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, ഇതിന്റെ എല്ലാമായിരുന്ന രാമന്തളിയെ ബഹുമാനവരുകളെ സ്മരിക്കുകയാണ്. ഞാൻ ഈ അവസരം കൂടുതലായി ഒരു പ്രസംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഉത്ബോധന പ്രസംഗം അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണവും ഒക്കെ നടത്താനും അതിലുപരി ഭഗവാൻ അവരുടെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളും നമ്മെ ഉണർത്താനും ഒക്കെ ബഹുന്യരായ നേതാക്കൾ ഉസ്താദുമാർ ഇവിടെയുണ്ട്. സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വേദികൾ നമുക്ക് ഇത് മുതൽ കൂട്ടാക്കി മാറ്റേണ്ട ആവശ്യമുണ്ട്. അല്ല, ഉലമാഉ വറസത്തുൽ അംബിയ എന്നാണ് പറയുന്നത്. ഉലമാക്കളുടെ അംബിയാക്കളുടെ വാരിസ്യങ്ങളാണ്. വാരിസ്യങ്ങളാകുമ്പോൾ അതിൻ്റെതായ രൂപങ്ങളും ക്രമങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകും സ്വാഭാവികമായി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രകീർത്തനങ്ങൾ, ഇവരുടെ സദസ്സുകൾ, ഇവരെ അനുസ്മരിക്കുന്ന വേദികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഹേതുവാകുന്ന ഒരു വേദിയായി മാറ്റിയെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മഹാന്മാരെ സ്മരിക്കുന്നതോടൊപ്പം ഇവരെ സ്മരിക്കുന്ന സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ദോഷങ്ങൾ, നമ്മുടെ പാപങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പൊറത്തു തരും എന്നുള്ള മഹാഭാഗ്യമാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. ആ ഒരു നിയത്തോടു കൂടി നമ്മൾ ഈ സദസ്സിനെ ഭംഗിയാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വേദികളിൽ നിന്നാണ് നമുക്ക്
നമ്മുടെ ആഖിറം രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു തരുന്നത്. അള്ളാഹുവിന്റെ മലായിക്കൾ പല സദസ്സുകളും വന്നുകൊണ്ടിരിക്കുന്നു, സദസ്സിൽ പങ്കെടുക്കുന്നു, നമ്മോടൊപ്പം അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ദിക്റിന്റെ സദസ്സിൽ അവർ എപ്പോഴും ഉണ്ടാകുന്ന കാര്യം നമ്മൾ ഉസ്താദ്മാർ നമ്മൾ പഠിപ്പിക്കുന്നു. നല്ല നല്ല സദസ്സുകൾ അവരുണ്ടാകുമെന്ന അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉസ്താദ്മാർ നമ്മെ ബോധിപ്പിക്കുന്നു. അതുപോലെയുള്ള സദസ്സാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അള്ളാഹുവിന്റെ കലാം കൊണ്ടും തെളിയിലോടും തെതുക്കീറൊക്കെ കൊണ്ട് ധന്യമാകുന്ന ഈ വേദികൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, നമ്മുടെ ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ, നമ്മുടെ നാടിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ ഹേതുവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ഒരു സന്ദർഭമാക്കി ഇത് മാറ്റിത്തരട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം പങ്കുവെക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. പലപ്പോഴായി ഈ അളയം പിന്നെ ജാതിരി അരൂർ ഭാഗങ്ങളൊക്കെ ചില കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അധികം ആൾക്കാർ പരിചയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചില ആൾക്കാർ മേത്തൊട്ടിട്ട് പറയും, നിങ്ങൾ തീരെ കാണുന്നില്ലാലോ, തങ്ങള് വഫാത്തായാലും പിന്നെ നിങ്ങൾ തീരെ കാണുന്നില്ല, ഇപ്പോ നിങ്ങളിപ്പോ തീരെ നമ്മൾ വിട്ടോ. ഇങ്ങനെ പല കല്യാണ വീട്ടുകളുണ്ട്. സത്യത്തില് നമ്മളെ ഈച്ചോറത്ത് അസറപ്പെട്ടല്ലോ, അതായിരുന്നല്ലോ ഈച്ചോറത്ത് അസറപ്പ്. ഞാൻ ഏതോ ചെറിയൊരു ബന്ധമുണ്ട്. അപ്പൊ അസറപ്പാന്ന് വിചാരിച്ചിട്ടാ ജനങ്ങൾ ചില ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങൾ തീരെ കാണുന്നില്ല. ഞാൻ ഇതുവരെ ഹെക്വർ എന്നാണ് ഈ ഇപ്പൊ കഴിഞ്ഞ മാസം 4-ാം തീയതി കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു കക്ഷി ഇളയടുത്തുള്ള കക്ഷിയാ പേര് തൊട്ടിട്ട് എല്ലാ തീരങ്ങളെ കാണുന്നില്ല, തങ്ങൾ വഫാത്തായ നിങ്ങൾ നമ്മളെ വിട്ടോ. അപ്പൊ ഇത് ഹെക്വറിന് ഈ സമയം വരെ ഞാനത് വിമർശിക്കില്ല. ഇപ്പൊ ഞാൻ അങ്ങനത്തെ തങ്ങളൊരാളായിട്ട് അഷറഫായിട്ട് ഞാൻ പല സ്ഥലത്തും ഉള്ള അൽഹംദുലില്ലാഹ് ഞാനത് കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡന്റിറ്റി എന്ത് തന്നെയാണെങ്കിലും ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അങ്ങനെയുള്ള മഹാന്മാരെ ചേർത്തുകൊണ്ടുള്ള ഐഡന്റിറ്റിയാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർമ്മ വെക്കേണ്ടത്. അൽഹംദുലില്ലാഹ് ഞാനിത് പറഞ്ഞത്, ഞാൻ ആ സത്യം ചില കല്യാണപ്പത്തെ ആൾക്കാർ നമുക്ക് ഓർമ്മ ചോദിച്ചെങ്കിൽ ഇതൊക്കെ നമുക്ക് കുറവായി പോകുന്നു. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ വേദി വരുമ്പോ ഇപ്പോഴും ഞാൻ പറയും, ഇനിയും ഞാൻ പറയൂല. ഞാൻ ഈച്ചറത്ത് അഷ്റഫായി തന്നെ ആ ദൗത്യം നിർവഹിക്കും. പിന്നെ എവിടെ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടാകും, നിങ്ങൾ എന്നെ കുറവാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലായി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സുപ്പി പറഞ്ഞതുപോലെ കൊണ്ടൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പരിപൂർണമായും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരിൽ ഒരാൾ എന്ന നിലയിൽ തങ്ങളുടെ ഇന്നത്തെ സമീപനവും കാര്യങ്ങളും പ്രവർത്തനവും തുടർന്നുള്ള ആ മേൽനോട്ടവും അങ്ങനെ തന്നെ പറയാം. ശേഷമുള്ള മേൽനോട്ടം പരിപൂർണമായും ആ നാടിനെ മേൽനോട്ടം വഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്കൊക്കെ ദിക്റ് പറഞ്ഞു തന്നിരുന്നു. ആ ദിക്റ് അവിടെ ആ സദസ്സിൽ അവിടെ സംഘടിപ്പിക്കാനും പല വേദികൾ സംഘടിപ്പിക്കാനും നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തൂണേരി പഞ്ചായത്തിന്റെ പല ഭാഗത്തും ഫലാഹയിലടക്കം ആ ദിക്റ് എണ്ണപ്രകാരം നടത്തി അത് പരിപൂർണമായി വിജയം കാണുകയും, പരിപൂർണമായി എന്ന് മാത്രമല്ല 10 മടങ്ങ് വിജയം. ഞാൻ ഈ നേരത്തെ MP പറഞ്ഞ പോലെ സത്യത്തിൽ 5 ലക്ഷം നഷ്ടപ്പെട്ടവർക്ക് 15ഉം 25ഉം ലക്ഷം കിട്ടുന്ന രൂപത്തിലേക്ക് ആ സംഭവത്തിൽ ഇരയാക്കപ്പെട്ടവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 മടങ്ങ് 100ഉം 200ഉം 300ഉം 400ഉം അതിനപ്പുറം ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ആ വലിയൊരു സംഭവം ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മളിപ്പോ ആനേനെ കണ്ട പോലെ ഉണ്ടാവുക. ഞാൻ ഇപ്പൊ ചെവി കണ്ട ആ നിലക്കല്ല എനിക്ക് പറയാനാവുള്ളൂ, തുമ്പിക്കേണ്ട ആ നിലക്കല്ല എനിക്ക് പറയാനാവുള്ളൂ. അപ്പൊ പൊട്ടൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് സംഭവം. ആനയെ പൊട്ടൻ കണ്ടാൽ അത് ചെവിയാണ് പിന്നെ പിടിച്ചതെങ്കിൽ ചെവി പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയും. തുമ്പിക്കൈയെ വിട്ട് അങ്ങനെ. എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനവറുകളുടെ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ ബാധ്യതയുണ്ടായിരുന്നു. പ്രസംഗത്തിലും പല പ്രഭാഷണത്തിലൊക്കെ പങ്കെടുക്കുക എന്നല്ലാതെ സാധാരണയുള്ള ഈ ദിവസത്തിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാതെ കുടുംബപരമായി മറ്റുള്ള പല സംഗതികളിലും ഞങ്ങളെ പിന്നെ കുടുംബത്തിലെ പല കല്യാണങ്ങളിലും മറ്റു ബന്ധുവീടുകളുടെ പരിപാടികളൊക്കെ വരുമ്പോഴും അവിടെ നിന്നൊക്കെ കാണുമ്പോഴും മക്കളുടെ പരിചയത്തിൻ്റെ മറ്റൊക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഓരോതായ ഒരു സങ്കല്പമുണ്ട്. ഉസ്താദുമാർക്ക് പണ്ഡിതന്മാർക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടും സാധാരണക്കാർക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടും ബിസിനസ്സുകാർക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടും. ഓരോരുത്തരും എന്താണോ മഹാൻ അവരുകളിൽ നിന്ന്
ലക്ഷ്യമിടുന്നത് അത് പരിപൂർണമായും നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ആ തഹജ്ജുദ് കംപ്ലീറ്റ് നിറവേറ്റിക്കൊണ്ട് പരിപൂർണമായും ഈ ലോകത്തോട് വിട പറഞ്ഞ ബഹുമാൻ അവരുടെ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാവട്ടെ. മഹാനവരോട് നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സയ്യിദുമാരെ, ഉലമാക്കളെ, മുതഅല്ലിമുകളെ, ബഹുമാനപ്പെട്ട തങ്ങളുടെ മുഹിബ്ബുകളെ, നമ്മുടെ ആത്മീയ നേതൃത്വം എല്ലാമായിരുന്ന ബഹുവന്യരായ തങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് ബർസഖിയായ ജീവിതത്തിലേക്ക് മാറിയതിൻ്റെ 4 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ തങ്ങളെ സ്മരിച്ചുകൊണ്ട് ഒത്തുചേരുന്നത്. അല്ലാഹു അവരോടൊപ്പം നമ്മുടെ മശായിഖുമാരോടൊപ്പം അവന്റെ സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ കുറഞ്ഞ സമയത്തിൽ ഒതുക്കിക്കൊണ്ട് നിർവഹിക്കാനുള്ളതാണ് അനുസ്മരണ പ്രഭാഷണം. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് തന്നെയാണ് വീണ്ടും വീണ്ടും അനുസ്മരണങ്ങളായി നമുക്ക് പറയാനുള്ളത്. തങ്ങൾ നമ്മിൽ നിന്ന് പിരിഞ്ഞിട്ട് 4 വർഷമായെങ്കിലും ഇന്നത്തെ ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഇവിടെയുള്ളത് പോലെയാണ് 4 വർഷങ്ങൾക്കിപ്പുറവും ഈ പരിപാടി പോലും നടക്കുന്നതെന്നറിയുമ്പോൾ അവിടെയാണ് തങ്ങളുടെ നാമുമായുള്ള ബന്ധവും നമ്മിലുള്ള സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ വന്നവര് ചായ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പല പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ കിട്ടുന്നത് പോലുള്ള ചായയല്ല ഇന്ന് കിട്ടുന്നത്. സാധാരണ മിൽമയുടെയോ മറ്റേതെങ്കിലും പാല് അതുപയോഗിച്ച് ചായ ലഭിക്കുമ്പോൾ ബഹുവന്യരായ തങ്ങൾ അവർ ഇതുപോലുള്ള പാലുകൾ ഉപയോഗിക്കാറില്ല. തങ്ങളെ വീട്ടിൽ നടക്കുന്ന പരിപാടികൾക്കും അതുപോലുള്ള തൈരുകളോ പാലുകളോ നൽകാറില്ല. എന്നാൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിലും നാടൻ പാലൊഴിച്ച ചായയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ KP അബ്ദുള്ള സാഹിബ് അദ്ദേഹം സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നൽകിയതുപോലെ ഈ വർഷവും നമ്മിലേക്ക് നൽകുന്നതാണ്. തങ്ങളുടെ വീട്ടിലുള്ള പരിപാടികൾക്കും അദ്ദേഹമാണ് പലപ്പോഴും കൊണ്ടുപോകാറ്. അള്ളാഹു നമുക്കും അദ്ദേഹത്തിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും തീർത്തു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹത്തിന്റെ പാല് നൽകുന്ന പശുക്കൾ അവകൾക്ക് അള്ളാഹു ആരോഗ്യം നൽകട്ടെ. വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ബഹുവന്യരായ തങ്ങൾ അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യവും മനക്കരുത്തുമാണ് ഇത്തരം സംഗതികളിലെല്ലാം നമ്മൾ കാണുന്നത്.
ഏത് വലിയ പരിപാടികൾ നടക്കുന്നയിടത്തും തങ്ങൾക്ക് പാല് നൽകുമ്പോൾ അത് നാടൻ പാലാകണമെന്ന് നമ്മൾ ചിന്തിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്നത്. മറ്റ് എന്തെല്ലാം കാര്യങ്ങള് തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുന്നോ അവയിലെല്ലാം തങ്ങളുടെ ഇഷ്ടം നമ്മൾ സ്വീകരിക്കുന്ന ഇടത്ത് നമ്മൾ എത്തുന്നത്. അത് ബഹുവന്യരുടെ ഒരു ഹിമ്മത്തിന്റെ, മനക്കരുത്തിന്റെ, നിശ്ചയദാർഢ്യതയുടെ ഫലമാണ്. ഒരിക്കല് ഒരു കുറ്റിയടിക്കലിന് വേണ്ടി ഒരാള് ഒരിക്കൽ വിളിച്ച് തങ്ങൾ വന്നില്ല, രണ്ടാമത് വിളിച്ച് വന്നില്ല, മൂന്നാമത് ഒരു വെയിലത്തെ റോഡിൽ നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഓർക്കുകയാണ്, പൈസ മേലെ മണിക്കുവാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പണ്ടങ്ങ് മർശിക്കണ്ട, ഞാൻ എൻ്റെ പുരയിൽ ഇരുന്നാൽ മതി. പക്ഷെ ആ സംഗതി ഇവിടെ നടക്കൂല, അതാ ഈ വെയിലത്ത് ഞാൻ നിൽക്കുന്നത് എന്ന് ഒരാള്, നമ്മുടെ പ്രദേശത്തുള്ള ഒരാൾ പറഞ്ഞു. അത് മഹാനരുടെ ഒരു ഹിമ്മത്ത്, അതൊരു മനുഷ്യന് വേണ്ട വലിയ ഒരു സംഭവമാണല്ലോ. ഒരു മനുഷ്യന് എപ്പോഴും ഉന്നതമായ ഹിമ്മത്തും മനക്കരുത്തും നിശ്ചയദാർഢ്യതയും അത്യാവശ്യമാണ്. തീരെ ഹിമ്മത്തില്ലാതാകുമ്പോ അത് മനുഷ്യന് നഷ്ടത്തിലേക്കും വീഴ്ചയിലേക്കും ന്യൂനതയിലേക്കും അത് എത്തിച്ചുകൊള്ളും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിമ്മത്തുണ്ടാകണമെന്നും കാര്യങ്ങളിൽ ഉന്നത നിലവാരങ്ങൾ പുലർത്തണമെന്നും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആ യാത്രയിൽ നിന്ന് തിരികെ വരുന്ന നേരത്ത് മരുഭൂമിയിൽ ഒരു ഗ്രാമീണനായ, ഒരു അറാബിയായ മനുഷ്യന്റെ സമീപം ആദരവായ നബി തങ്ങൾ ഇറങ്ങി. ആ മനുഷ്യൻ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിച്ചു, ആദരവായ നബി തങ്ങളെ ആദരിച്ചു. അങ്ങനെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗ്രാമീണനായ അറാബിയായ മനുഷ്യന്റെ സൽക്കാരത്തിലും സ്വീകരണത്തിലും സംതൃപ്തനായതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു, ഇദാ ജിഅ്തൽ മദീനത ഫൗതിന, നിങ്ങൾ മദീനയിലേക്ക് വരുമ്പോ, എന്റെ കേന്ദ്രമായ മദീനയിലേക്ക് നിങ്ങൾ എത്തുമ്പോ എന്നെ വന്ന് കാണണം. മദീനയിലേക്ക് വന്നാൽ എന്നെ നിങ്ങൾ കാണണം, എന്നെ സന്ദർശിക്കണം. അങ്ങനെ ആദരവായ നബി തങ്ങൾ അവിടെ നിന്ന് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, ധാരാളം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ആ ദിവസങ്ങൾ കഴിയുന്ന നേരത്തതാ ആ ഗ്രാമീണനായ അറാബിയായ മനുഷ്യൻ മദീനയിലേക്ക് വരുന്നു. മദീനയിലേക്ക് വന്നിട്ട് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ആ മനുഷ്യൻ വന്നു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ മനുഷ്യനോട് തന്റെ വിശേഷങ്ങളും തന്റെ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പിരിഞ്ഞു പോകാനടുത്തായ സമയം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര പറയാനടുത്തായ സമയം, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, സൽനി, ഏ മനുഷ്യ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യം നിങ്ങൾ എന്നോട് ചോദിക്കൂ, നിങ്ങൾക്ക് ഞാനത് നിർവഹിച്ചു നൽകാം. ഏതൊരു സന്ദർഭമാണിത്, നമ്മൾ ഓർക്കണം. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ മനുഷ്യനോട് അങ്ങോട്ട് പറയുകയാണ്, സൽനി, നീ എന്നോട് ചോദിക്കൂ. ആദരവായ നബി തങ്ങൾ ചോദിക്കൂ എന്ന് ആവശ്യപ്പെട്ട് ഒരാളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നിശ്ചയമായും അത് അയാൾക്ക് സാധ്യമാക്കപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്ന നേരത്ത് റബീഅത്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇതേപോലെ ഈ മനുഷ്യനോട് ആദരവായ നബി തങ്ങൾ സൽനി, എന്നോട് ചോദിക്കൂ, എന്താണ് നിങ്ങളുടെ ആവശ്യം, ഞാൻ നിർവഹിച്ചു നൽകാമെന്ന് അദ്ദേഹത്തോട് പറയുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് സ്വർഗത്തിലെ കൂട്ട് ആവശ്യപ്പെട്ടേക്കാം.
അതല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ ശത്രുക്കളുമായി പൊരുതി ശത്രുക്കളുടെ വെട്ടേറ്റ് ഷഹീദാകുന്നത് ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രാർത്ഥനക്ക് ഉത്തരം ലഭ്യമാകുന്ന മുജാബു ദഅവത്താകുന്ന ഒരു വിധാനത്തിലേക്ക് ഉയരുന്നതായേക്കാം അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊക്കെയാണ് ആളുകൾ സാഭൂതം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ ആ സമയത്ത് പറയുന്നത് അസ്അലുക ദാബത്തൻ അർഖബുഹ, നബിയെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് ആവശ്യം ഒരു മൃഗമാണ്, എനിക്ക് ഒരു ഒട്ടകം വേണം. ആ ഒട്ടകപ്പുറത്ത് എനിക്ക് യാത്രയാകാമല്ലോ, അതുകൊണ്ട് ഒരു ഒട്ടകമാണ് എനിക്ക് ആവശ്യം. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ അദ്ദേഹത്തിന് ഒരു മൃഗം നൽകി. ശേഷം വീണ്ടും മാതൃവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, സല്ലി, എന്നോട് ആവശ്യപ്പെടൂ, നിങ്ങൾക്ക് ഞാൻ നൽകാം, സാധിപ്പിച്ചു നൽകാം. ഇത് കേട്ട നേരത്ത് ആ മനുഷ്യൻ രണ്ടാമത് പറയുന്നത് അസ്അലുക കൽബൻ യഹ്റുസു ഗനമി, എന്റെ ആടുകളെ സംരക്ഷിക്കുന്ന ഒരു പട്ടിയെ എനിക്ക് വേണം, ഒരു നായ, അതാണ് എന്റെ ആവശ്യം. എന്റെ ആടുകൾക്ക് അത് സംരക്ഷണമാകുമല്ലോ, ആടിനെ ആരെങ്കിലും ആക്രമിക്കുന്നതിൽ നിന്ന് തടയുമല്ലോ, അതുകൊണ്ട് ഒരു പട്ടിയാണ് എനിക്ക് ആവശ്യം. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ നിർദ്ദേശിക്കുന്നു ഈ മനുഷ്യന് ഒരു പട്ടിയെ ആരെങ്കിലും നൽകണമെന്ന്. വീണ്ടും അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, സല്ലി, ഈ മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ എന്നോട് ആവശ്യപ്പെടൂ, നിങ്ങൾക്ക് ഞാൻ നൽകാം. ആ സമയത്ത് മൂന്നാമത് ഈ മനുഷ്യൻ പറയുന്നത് വഅസ്അലുക ജാരിയതൻ തഖ്ദിമു അഹ്ലി, എന്റെ വീട്ടുകാർക്ക് സേവനം ചെയ്യുന്ന ഒരു അടിമ പെണ്ണ്, ഒരു അടിമ സ്ത്രീ, അതാണ് എനിക്ക് ആവശ്യം. മൂന്നാം തവണ ഈ അടിമ സ്ത്രീക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ആവശ്യം ഉന്നയിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ അദ്ദേഹത്തിന് ഒരു അടിമ സ്ത്രീയെ നൽകി. അത് കഴിഞ്ഞതിന്റെ ശേഷം ഈ മനുഷ്യൻ ഒന്നും മിണ്ടുന്നില്ല. മറ്റൊരാവശ്യവും ഇദ്ദേഹം ആദരവായ നബി തങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഈ മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ട്, ഈ മനുഷ്യന്റെ പോയത്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ മനുഷ്യന്റെ ഹിമ്മത്ത് കുറവ് സൂചിപ്പിച്ചുകൊണ്ട്, ഈ മനുഷ്യന്റെ മനക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യതയുടെയും കുറവ് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നു, ബനു ഇസ്രായേലിലെ കിഴവിയായ വൃദ്ധയായ ആ സ്ത്രീയെ പോലെയാകാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ബനു ഇസ്രായേലിലെ കേവലം ഒരു പെണ്ണായ, സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ വൃദ്ധയായ, ആ വൃദ്ധയായ കിഴവിയായ പെണ്ണ് ചോദിച്ച ചോദ്യം അതുപോലും ചോദിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, അതുപോലെ നിനക്ക് സാധിച്ചില്ലല്ലോ. ഇത് കേട്ട നേരത്ത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആദരവായ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വമാ ജുസു ബനി ഇസ്രായേൽ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, ഏതായിരുന്നു ആ കിഴവി, എന്തായിരുന്നു ആ വൃദ്ധയുടെ സംഭവം, ആ വൃദ്ധയുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നടന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ചോദിക്കുമ്പോ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംഭവം വിവരിച്ചു നൽകുന്നു. ഇന്ന മൂസ അലൈഹിസ്സലാം, നിശ്ചയമായും മൂസാ നബി അലൈഹിസ്സലാം, ബനു ഇസ്രായേലിലെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. തന്റെ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട്, ബനു ഇസ്രായേലിൽ നിന്ന് ബനു ഇസ്രായേലിനെയും കൂട്ടിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം യാത്ര ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന നേരത്ത് മൂസാ നബിയോട് തന്റെ ജനത പറയുന്നു, ഇന്ന യൂസുഫ് അലൈഹിസ്സലാം, ഞങ്ങളുടെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഞങ്ങളോട് നിർദ്ദേശം വെച്ചിട്ടുണ്ട്, ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാ നുജാബിസൽ മക്കാന വ അല്ലാ നർഹല മിൻഹു, ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ യാത്ര പോകുമ്പോ, ഈ പ്രദേശത്ത് നിന്ന് മറ്റെവിടേക്കെങ്കിലും ഞങ്ങൾ മാറുമ്പോ യൂസുഫ് നബിയെയും കൂടി കൂട്ടിക്കൊണ്ടല്ലാതെ ഇവിടെ നിന്ന് യാത്രയാകരുത് എന്ന് യൂസുഫ് നബി ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെയും കൂട്ടി യാത്രയാക്കുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭൗതിക ശരീരത്തെ കൂടി കൂട്ടണം.
യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ അടക്കം ചെയ്യപ്പെട്ട ഭൗതിക ശരീരം അതുമായി മാത്രമേ പോകാവൂ എന്ന് ഞങ്ങളോട് നിർദ്ദേശമുണ്ട്. ഇത് കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, എങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണ്? എവിടെയാണ് ആ പ്രവാചകനെ മറവ് ചെയ്യപ്പെട്ടത്? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത പറയുന്നത്, ലാ യഅരിഫുഹു മിന്നാ അഹദ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് ഞങ്ങളിൽ ഒരാൾക്കും അറിയില്ല. അതറിയുന്നത് ഇല്ലാ അജൂസ്, ഒരു കിഴവിയായ വൃദ്ധയായ ഒരു സ്ത്രീ മാത്രമാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് ആ വൃദ്ധയായ കിഴവിയായ ആ സ്ത്രീയെ കൊണ്ടുവരപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അയിന ഖബറു യൂസുഫ്, എവിടെയാണ് യൂസുഫ് നബിയുടെ ഖബർ? ഇത് കേട്ട നേരത്തെ ആ സ്ത്രീ പറയുന്നു, വല്ലാഹി ലാ അദുല്ലുക അലൈഹി ഹത്താ തുഅ്തിയനി സുഗ്ലി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു നൽകണമെങ്കിൽ എന്റെ ഒരു ആവശ്യം നിങ്ങൾ നിർവഹിച്ചു നൽകണം. വെറുതെ നിങ്ങൾക്ക് വിവരം നൽകില്ല, വെറുതെ അറിയിച്ചു നൽകില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടും. അത് നിങ്ങൾ നൽകാൻ ഗ്യാരണ്ടിയാണോ? എങ്കിൽ നിങ്ങൾക്ക് ഇതാ ഖബർ എവിടെയാണെന്ന് ഞാൻ അറിയിച്ചു നൽകാം. ഇത് കേട്ട നേരത്ത് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, വമാ സുലുക്കി, എന്താണ് നിങ്ങളുടെ ചോദ്യം? എന്താണ് നിങ്ങളുടെ ആവശ്യം? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഈ പെണ്ണു പറയുന്നത്, അസ്അലുക അൻ നുറാഫിഖക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെത്തണം. പ്രവാചകനായ നബിയായ നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ വിധാനങ്ങളും പദവികളുമുണ്ട്. അമലുകളൊന്നുമില്ലെങ്കിലും ആ പദവിയിലേക്ക് എനിക്കും എത്താൻ കഴിയണം. ഇതാണ് എന്റെ ആവശ്യമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ ഒരു വേള മൂസാ നബി അലൈഹിസ്സലാം സംശയിക്കുകയാണ്. ഇത്ര ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി ആ യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണെന്ന് ഒരു വിവരം എനിക്കറിയിച്ചു നൽകുക, ഇത്ര നിസ്സാരമായ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി പ്രവാചകന്മാരുടെ കൂട്ടു സ്വർഗത്തിൽ ആവശ്യപ്പെടുകയോ ഈ ചെറിയ അമലിന് ഇത്ര വലിയ പദവി നൽകുകയോ ഇത് സാധ്യമാണോ? ഈ ഓഫർ ഞാൻ നിർവഹിച്ചു നൽകാമെന്ന് പറയാൻ പറ്റുമോ എന്ന് മൂസാ നബി അലൈഹിസ്സലാം സംശയിച്ചു നിൽക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ വഹി വരുന്നു, മൂസാ നബിയെ, നിങ്ങൾ ആ പെണ്ണിനോട് പറയുക, നിങ്ങൾ ആ പെണ്ണിന് വാഗ്ദാനം ചെയ്യുക, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരിയാണ്, സ്വർഗത്തിലെ കൂട്ടുകാരിയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ കൂട്ടുണ്ട് എന്ന വിവരം നിങ്ങൾ അറിയിക്കുക എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. ഈ പെണ്ണിന് ഈ വിവരം കൈമാറുകയാണ്. ഈ പെണ്ണ് ചെയ്തതുപോലെ ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയാതായത് നിന്റെ ഹിമ്മത്തിന്റെ കുറവ് കൊണ്ടാണ്, നിന്റെ നിശ്ചയദാർഢ്യതയുടെ കുറവ് കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗ്രാമീണനായ മനുഷ്യനോട് പറയുമ്പോ ഇവിടെയാണ് ഹിമ്മത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഹിമ്മത്ത് തികഞ്ഞ രീതിയിൽ അല്ലാഹു തആല നൽകിയവരാണ് നമ്മൾ അനുസ്മരിക്കുന്ന ബഹുവന്യരായ തങ്ങളവറുകൾ. ആ ഹിമ്മത്തിന്റെ ഫലമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തങ്ങളുടെ ഹദ്ദാദ് ആ സമയത്ത് നിന്ന് മാറിപ്പോകാതെ കൃത്യമായി നടക്കുന്നത്. യാത്രയിലാണെങ്കിൽ വാഹനത്തിൽ വെച്ച് ആ ഹദ്ദാദ് നടക്കും, കല്യാണ വീട്ടിലാണെങ്കിൽ അവിടെ വെച്ച് ആ ഹദ്ദാദ് നടക്കും, മറ്റെവിടെയാണെങ്കിലും. ബഹുവന്യരായ തങ്ങൾ പറയുന്ന ഒരു സംഭവം പലപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഓർക്കാറുണ്ടല്ലോ. ഒരു വീട്ടിൽ ഒരു നിക്കാഹിന് വേണ്ടി തങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ തങ്ങളെ കൂട്ടാൻ വേണ്ടി ഒരാളെ അയച്ചു. അയാൾ അയച്ചപ്പോ അയാൾ വന്നു നോക്കുമ്പോ തങ്ങൾ ഹദ്ദാദിന്റെ കാര്യങ്ങളിലാണ്. അയാളോട് പറഞ്ഞു, ഇഞ്ഞവിടെ ഇരിക്കുന്നു. രണ്ടാമത് വേറെ ഒരാളെയും കൂടി അയച്ചു. അയാൾ അയച്ച നേരത്തെ അയാൾ വന്നേരം അയാളോടും പറഞ്ഞു, ഇഞ്ഞിവിടെ ഇരിക്കുന്നു. അവസാനം മൂന്നാമത് പുരക്കാരൻ തന്നെ വന്നതാണ്. അയാൾ വന്നേരം അയാളോട് ഇഞ്ഞിവിടെ ഇരിക്കും, ഇനിയൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളാണെങ്കിൽ അങ്ങനെയാണോ ചിന്തിക്കുന്ന? ഹദ്ദാദ് നിൽക്കട്ടെ, ഞാനും വേഗം പോട്ടെ. അതവിടെ ഇല്ല. അത് തങ്ങളെ വീട്ടിൽ നടക്കുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന കല്യാണങ്ങളായാലും അതിന് മുടക്കമില്ല. അവിടെയാണല്ലോ ആ ഒരു മനക്കരുത്തും നിശ്ചയദാർഢ്യതയും വരുന്നത്.
അതിന്റെ പേരിലാണ് ഏതു വിഷയങ്ങളിലായാലും ദീനിന്റെ വിഷയങ്ങൾക്ക് വല്ല പോറലുകളും വരുന്ന സംഗതികൾ വരുമ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ രോഷം കൊള്ളുന്നതും തങ്ങൾ പുലിയെ പോലെയാകുമെന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ആ ഒരു ഹിമ്മത്തിന്റെ ഔന്നത്യത്തിന്റെ വിധാനങ്ങളിൽ മഹാൻ ജീവിച്ചത് കൊണ്ടാണല്ലോ. ഒരു വിവാഹത്തിന്റെ കല്യാണത്തിന്റെ സദസ്സിൽ സ്പീക്കർ ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റാൻ തങ്ങളെ കാറ് കണ്ടാൽ മതി, തങ്ങളെ കാണേണ്ടതില്ല. തങ്ങൾ വരുന്നുണ്ട് എന്നറിയുമ്പോഴേക്കത് പോകും. അഥവാ അങ്ങനെ പോകുന്നില്ലെങ്കിൽ തങ്ങൾ തന്നെയാണ് ഇറങ്ങിപ്പോണ്ടേ. ഘട്ടം വന്നാ ഇറങ്ങിപ്പോന്ന രീതിയിലല്ലേ മഹാനറും പോകുകയുള്ളൂ. അപ്പോ നമ്മൾ അവരെ അനുസ്മരിക്കുന്നതോടൊപ്പം, നമ്മൾ അവരുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നതോടൊപ്പം, തങ്ങളുടെ ഓരോരോ കഥകൾ പറയുന്നതോടൊപ്പം ആ തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടും പോലെ നമ്മെ അവരും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോ നമ്മുടെ പ്രവർത്തനങ്ങൾ തങ്ങളും അറിയുമല്ലോ, കാണുമല്ലോ. മുഅ്മിനീങ്ങളായ ആളുകളും നമ്മുടെ കർമ്മങ്ങൾ കാണുമെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു നിങ്ങളുടെ അമല് കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്, സത്യവിശ്വാസികളായ ആളുകളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ തങ്ങളെ പറ്റി ധാരാളം സംസാരിക്കും. തങ്ങൾ നമുക്ക് മന്ത്രിച്ച് നൽകിയതിന്റെയും മറ്റും കഥകളെ വിറക്കും. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതോടൊപ്പം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണോ നമ്മുടെ ജീവിത രീതികളെങ്കിൽ നമ്മളെ വെറുക്കുമെന്നതും നമ്മൾ ആലോചിക്കണം. ഒരു മറുവശമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട തങ്ങള് നമുക്ക് കാണിച്ചു നൽകിയ നല്ല ഒരു പാന്താവും ഒരു വഴിയും, ആ ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട്. നാളെ മറ്റന്നാൾ നമ്മൾ മരണപ്പെട്ട് പരലോകത്തെത്തുന്ന നേരത്ത് തങ്ങളുടെ ശഫാഅത്ത് നമ്മൾ പ്രതീക്ഷിക്കുമ്പോ എന്നെ തള്ളിയവരാണ് ഇവർ എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്ന ഒരു വിധത്തിലേക്ക് നമ്മൾ മാറിപ്പോകരുതല്ലോ. നമ്മുടെ നിക്കാഹിന്റെ വേദികളിലാകുമ്പോ, ജുമുഅയുടെ വേദികളിലാകുമ്പോ, മറ്റ് ദീനിന്റെ വിഷയങ്ങൾ എന്തെല്ലാമുണ്ട്, ആ വിഷയങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ടവർ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ ഇരുവീട്ടിലും വിജയിപ്പിക്കട്ടെ. മഹാനരോടൊപ്പം അവന്റെ സ്വർഗലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വേദിയിൽ ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഇതുവരെ കത്ത് കമ്മിറ്റിയുടെ നായകനായിരുന്ന, ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്, ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫലാഹിയയുടെ പ്രവർത്തനത്തിലേക്ക് സജീവമായി വർത്തിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട കെടോളി മമ്മുഹാജി സംസാരിക്കും. അതിനുവേണ്ടി അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ, ബഹുമാനപ്പെട്ട അഹമ്മദ് വാക്കവി, മറ്റ് വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, ഇവിടെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവർ നബറല്ലാഹു മർക്കദഹു അവരുടെ 4ാമത്തെ ആണ്ടനുസ്മരണമാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ 4ാമത്തെ ആണ്ടിലാണ് ഞാൻ നാട്ടിൽ പങ്കെടുക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ കൊല്ലമൊഴിച്ച് ഇതുപോലുള്ള വേദികൾ സംഘടിപ്പിച്ച് വിപുലമായ ആണ്ട് നടത്താറുള്ള ഒരു രാജ്യമാണ് ഖത്തർ. ഇവിടെ ഞാൻ സംസാരിക്കുമ്പം ഒരു പുലിക്കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ ഒരു പൂച്ചക്കുട്ടിയായി ഇവിടെ നിൽക്കുകയാണ്. ഖത്തറിലാവുമ്പോൾ അതിൻ്റെ സംഘാടക തലത്തിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ സാധിക്കും. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഇത്തരം പ്രാസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അത് പകർത്താൻ നാം ശ്രദ്ധിക്കണം.
തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതൊരു വിഷയത്തിലും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മഹൽ വ്യക്തിയാണ് തങ്ങൾ. സാധാരണ ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഒരു പണ്ഡിതന്മാരായി കാണുമ്പോൾ ഏതൊരു വിഷയത്തിലും തങ്ങൾക്ക് അഗാധമായ പാണ്ഡിത്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സ്നേഹിതൻ ലത്തീഫ് ഹാജി, അദ്ദേഹം തങ്ങളൊരു വലിയ മുഹിബാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നൗഫൽ, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഖത്തറിൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഒരു അവസരത്തിൽ ആദ്യമായി ആപ്പിൾ ഫോൺ ഇറങ്ങിയപ്പം ആ ആപ്പിൾ ഫോണുമായി തങ്ങളുടെ സദസ്സിലേക്ക് ചെന്നപ്പം തങ്ങൾ നൗഫൽ കയ്യിൽ പിടിച്ച ആപ്പിൾ ഫോൺ കണ്ടപ്പോൾ നൗഫലോട് പറഞ്ഞു, നൗഫലെ ആപ്പിൾ ഫോണിൽ കൊണ്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആപ്പിൾ ഫോൺ തുറന്ന് നൗഫലോട് ചോദിക്കും, ഇതിലൂടെ എല്ലാ ആപ്പുകളും നിനക്കറിയാമോ, എല്ലാം ഉപയോഗിക്കുന്നത് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ നൗഫൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കെല്ലാം അറിയുകയില്ല. പക്ഷേ തങ്ങളത് വാങ്ങി ഓരോ ആപ്പും അന്ന് നൗഫലിന് പറഞ്ഞു കൊടുത്തു. ഇത്ര ഒരുപാട് കാര്യങ്ങൾ തങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ലത്തീഫ് ഹാജി തങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാദിമായി നിന്നത് ലത്തീഫ് ഹാജിയായിരുന്നു. ലത്തീഫ് ഹാജി എന്നോട് പറഞ്ഞത്, തങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ സമയം വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അനങ്ങരുത് എന്നാണ്. പക്ഷേ 2 പുതിയാപ്പിളയും ഇടത്തും വലത്തും പിടിച്ചുകൊണ്ട് തങ്ങൾ നിന്നുകൊണ്ടാണ് നിസ്കരിച്ചത്. പുതിയാപ്പിളാരെ ചോദിച്ചു, ഇരുന്ന് നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ അവരോട് വളരെ ഗൗരവത്തോട് പറഞ്ഞ, ഞാൻ നിന്നാണ് നിസ്കരിക്കുന്നത്. ലത്തീഫ് ഹാജി പറഞ്ഞത്, തങ്ങളുടെ ആയുസെത്തിയിട്ടാണെങ്കിലും തങ്ങളന്ന് വിശ്രമിക്കാത്തത് കൊണ്ടാണ് നേരത്തെ പോയത് എന്നാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ആ തങ്ങളെ കൂടെ നമുക്കും നാളെ ജന്നാത്തുന്നയിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുവാനുള്ള പിടിയാരായി തങ്ങളെ നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരവസരത്തിൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, ഞാനൊരു ഖൗമിനായി ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ അത്രത്തോളം ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, അന്തമായ നീ ആരെ സ്നേഹിക്കുന്നു അവരെ കൂടിയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരു കൂട്ടുകാരനെ പിടിക്കുമ്പം, സ്നേഹിതനെ പിടിക്കുമ്പോൾ നാം അതിനെ അർഹതപ്പെട്ടതുമായി കൂട്ടിക്കൊള്ളണം. അനിൽ എന്നൊരു കവി പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരാളെ കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കുറിച്ചാണ് ചോദിക്കേണ്ടതെന്നൊരു കവി പറഞ്ഞതുപോലെ നമ്മൾ കൂട്ടുകാരൻ കൂടുമ്പോൾ നല്ലവരുമായി സഹവസിക്കാൻ നാം മനസ്സിലാക്കണം. ഇത്തരം മാനവിക നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രസംഗമെന്ന് പറഞ്ഞ് മാറുന്നതിനുപരി നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നാം ചെയ്യണം. ഏതൊരു ചെറിയ സുന്നത്ത് പോലും തങ്ങൾ തള്ളാവില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഖത്തറിൽ വന്നപ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം തങ്ങളെ കൂടെ തന്നെ സഹവസിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഖത്തറിലെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇടതു ഭാഗത്താണ് ഖത്തർ, വലതു ഭാഗത്താണ് അവിടുത്തെ സ്റ്റേരിംഗ്. ഞങ്ങൾ തങ്ങളുമായി നടക്കുമ്പോൾ തങ്ങളോട് മുമ്പിലേക്ക് കയറാൻ പറഞ്ഞാൽ തങ്ങൾ കയറില്ല. ഒരവസരം ഞാൻ നിർബന്ധിച്ച് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും മുമ്പിൽ കയറുകയില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തങ്ങളോട് ചോദിച്ചത്, എന്താണ് തങ്ങൾ എന്താണ് അങ്ങനെ കയറാത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇവിടുത്തെ വണ്ടിയിൽ ഇടതുകാലിൽ വണ്ടിയിൽ കയറേണ്ടത് കൊണ്ട് ഞാൻ ഒരവസരത്തിലും ഞാൻ മുമ്പിൽ കയറുകയില്ല, ഇടതുകാലിൽ ഞാൻ വണ്ടിയിലേക്ക് കയറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ നിർബന്ധിച്ചു. അതുപോലെ തന്നെ തങ്ങൾ ഖത്തറിൽ വന്നപ്പോൾ തങ്ങളെ യാത്രയാക്കാൻ വേണ്ടി ഞാനും കക്കമ്പള്ളിയിലെ ഗളോത്ത് അഹമ്മദ് ഹാജിയും എയർപോർട്ടിലേക്ക് പോയപ്പോൾ അന്ന് എല്ലാ പോലീസുകാരും ഇവിടെയുള്ള എല്ലാവരെയും ഓടി ആരെയും അണിപ്പിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു തങ്ങളെയും കൊണ്ട് എയർപോർട്ടിലേക്ക് പോയത്. തങ്ങളെ ഞങ്ങൾ എയർപോർട്ടിൽ ഇറക്കി തങ്ങളെ കൈ വലത് കൈ ഞാനും ഇടത് കൈ അഹമ്മദ് ഹാജിയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങിയപ്പോൾ പോലീസുകാരനൊന്നും ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന്റെ ഭാഗത്തിലെത്തി ഞങ്ങളുമായി കുറെ സംസാരിച്ചു. തങ്ങളെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി തങ്ങൾ കഴിച്ച് അത് ചെറുതാക്കിയതിന് ശേഷം തങ്ങൾ പിരിഞ്ഞു ചെയ്യാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ
ഒരു പോലീസുകാരൻ നമ്മുടെ വന്ന് ചോദിച്ചു മുത്തപ്പ ഖലാസ് എന്ന് ചോദിച്ചപ്പോൾ ആ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം, മുത്തപ്പ പോയിക്കോട്ടെ, നിങ്ങൾ പോയി. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഇവിടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ഒരു കഥയെപ്പറ്റായി പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ മതത്തിലായി ജീവിക്കുവാനും ഹക്കനുസരിച്ച് ജീവിച്ച് ഈമാനോട് മരിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ അവസരം തന്ന സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. UICSന് വേണ്ടി KC അഹമ്മദ് സാദിഖ് മൗലവി ആശംസ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, തങ്ങൾ, ഉസ്താദുമാർ, സദസ്സിലിരിക്കുന്ന ഉലമാക്കളും മഹാനായ സയ്യിദ് രാമന്തനും തങ്ങൾ അവരുടെ ധന്യമായ സ്മരണകളായവർക്ക് അവിടുത്തെ ആണ്ടനുസ്മരണം എല്ലാ ഭാഗത്തും നടക്കുമ്പോൾ നമ്മുടെ ഫലാഹിയെ തങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ള നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നടക്കുന്നുവെന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ അനുസ്മരണങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞ് ദുആക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ അവസരമല്ല എന്ന് മനസ്സിലാക്കുക. ഒന്നിരായ തങ്ങൾ നമുക്കറിയാവുന്ന ബുഖാരി സാദാത്തുകൾ ഈ നമ്മുടെ കേരളത്തിൽ മലബാറിൽ ഇൽമ കൊണ്ട് അറിയപ്പെട്ട ഇൽമിന് ഒരുപാട് സേവനം ചെയ്ത മഹാന്മാർ. ആ ബുഖാരി സാദാത്തുക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നു. ആ ഇൽമ കൊണ്ടും സിയാദത്ത് കൊണ്ടും ഈ വർത്തമാന ലോകത്ത് ഏറെ ഒന്നാമതായി അറിയപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാനാണ് നമ്മുടെ സ്മൃതി പുരുഷൻ. വളരെ നമുക്ക് ആത്മാഭിമാനമുള്ള ഒരു സംഗതി. ഇപ്പോൾ ഒന്നിരായ തങ്ങളുടെ വീട്ടിൽ, ഹാമിദ് തങ്ങളുടെ വീട്ടിൽ ഇൽമിൻ്റെ ദർസ് നടക്കുന്നു. മറ്റെവിടെയും നടക്കാത്ത സമയത്ത് ദർസ് നടക്കുന്നു എന്നത് ഇൽമിനോട് മഹാനായ തങ്ങൾ കാണിച്ച ആ വലിയ ബന്ധം, ഇൽമുമായുള്ള ബന്ധത്തിൻ്റെ ഒരു വലിയ നിദർശനം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇൽമിൻ്റെ വിഷയത്തിലും മഹാനായ തങ്ങൾ ഉൾക്കൊണ്ട ആദർശത്തിൻ്റെ വിഷയത്തിലും തങ്ങളോട് പൂർണ്ണമായും പിന്തുടരുവാനും അങ്ങനെ തങ്ങളുടെ മുഹിബുകളിൽ പെടുവാനും നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് UICSന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒമാൻ ICSന് വേണ്ടി ഉസ്താദ് അബൂബക്കർ മൗലവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ ഉപവിഷ്ടരായ അഭിനന്ദരായ നേതാക്കളെ, സഹോദരങ്ങളെ, വളരെ വൈകിയ ഈ സന്ദർഭത്തിൽ ICS മസ്കത്ത് കമ്മിറ്റിയുടെ പേരിൽ ഒരു ആശംസ അർപ്പിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. കൂടുതൽ സംസാരിക്കാതെ ആ കർത്തവ്യം മാത്രം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. തങ്ങളുടെ ജീവിതകാലത്ത് നമ്മുടെയൊക്കെ പലരുടെയും പേരെടുത്ത് വിളിക്കാറുള്ളത് പോലെ ആഖിറത്തിൽ വെച്ച് ആ പരിചയം വെച്ച് രക്ഷപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട്. ഈ മഹത്തായ പരിപാടിക്ക് ICS മസ്കത്ത് കമ്മിറ്റിയുടെ ആത്മാർത്ഥതയുള്ള ഒരുപറ്റം പ്രവർത്തകന്മാർ സ്ഥാപനങ്ങൾക്കും സംഘത്തിനൊക്കെ വേണ്ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരോടും ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹ്റൈൻ ICSന് വേണ്ടി ലത്തീഫ് കൈ. ബഹുമാന്യരായ യോഗാധ്യക്ഷൻ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, സാധാത്തുക്കളെ,
സദസ്സിൽ പ്രവേശിതരായിട്ടുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, ഒരു പരിപാടി നാട്ടിൽ നടക്കുമ്പോൾ എങ്ങനെ ആയാലും അതിൽ പ്രവാസികളുടെ ഒരു പങ്ക് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവിക പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായി മാത്രം നടക്കുന്ന ഒരു ആശംസാ പ്രസംഗം എന്ന നിലയ്ക്ക് ബഹ്റൈൻ ICSനെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഞാനിവിടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ICSന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ദുആയും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാർ പലപ്പോഴായി ഗൾഫ് നാടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള ദുആകൾ മാത്രമാണ് അവരുടെ പ്രതീക്ഷ. അതിൽ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഓർക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ബഹ്റൈൻ ICSന്റെ വകയിൽ ഫലാഹിയ സ്ഥാപനത്തിനും അതുപോലെ തന്നെ അനുബന്ധ പ്രസ്ഥാനങ്ങൾക്കും നൽകിക്കൊണ്ട് നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖത്തർ ICS ഷംസീർ KK. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ തങ്ങളുടെ പേരിൽ നാടൊട്ടാകും നടക്കുന്ന അനുസ്മരണ സംഗമങ്ങളുടെ ഭാഗമായി ബഹുമാന്യർ പ്രിൻസിപ്പളായിരുന്ന ജാമിയ ഫലാഹിയയുടെ നേതൃത്വത്തിലും നടക്കുന്ന ഈ സംഗമത്തിലും പങ്കെടുക്കാനും സംസാരിക്കാനും അവസരം കിട്ടിയതിൽ അതിനെ ആദ്യമായി തുറക്കുന്നു. നാടൊട്ടാകും ഗൾഫ് നാടുകളിലൊക്കെ തങ്ങളുടെ അനുസ്മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ ICSന്റെ പേരിൽ വിപുലമായി കൊണ്ട് തന്നെ ഒരാഴ്ച മുമ്പ് അനുസ്മരണ സംഗമം നല്ല രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ICSന്റെ കീഴിലും എല്ലാ നാടുകളിലും തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ഖത്തമുൽ ഖുർആനുകൾ തീർത്തുകൊണ്ട് ദുആ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഖത്തർ ICSന്റെ ആശംസ അർപ്പിക്കാനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. ഈ സംഗമത്തിൽ ഖത്തർ ICSന്റെയും അതുപോലെ ജാമിയ ഫലാഹിയ ഖത്തർ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനരായ രാമന്തർ തങ്ങളുടെ സ്മാരക നിർമ്മാണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട തങ്ങളുടെ സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ ബഹുമാനരായ ലത്തീഫ് ഹാജി ആശംസ നേരുന്നു. ലത്തീഫ് ഹാജി മുതൽക്കര. അന്നരായ ഉസ്താദന്മാരെ, അഭിനന്ദരായ സാദാത്യങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ അതിനുശേഷം നാലാമതായും നിങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനും രണ്ട് വാക്ക് തങ്ങളെപ്പറ്റി സംസാരിക്കാനും ആയുസ്സും ആരോഗ്യം തന്ന സർവശക്തനായ അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. അൽഹംദുലില്ലാഹ്. കാദിയാറ് പോയതുകൊണ്ട് കുറച്ച് ധൈര്യമുണ്ട്. രണ്ട് വാക്ക് എനിക്ക് ഒരിക്കലും പറയാനാവില്ല. നിങ്ങളെല്ലാം ക്ഷമിക്കണം. വളരെ വൈകിയ സമയമാണ്. ഞങ്ങൾക്കും എന്തൊക്കെയോ തിരക്കുകളുണ്ടെങ്കിലും എൻ്റെ രണ്ട് അനുഭവങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞു നിർത്താം. ബഹുമാനപ്പെട്ട തങ്ങൾ +2 പാസ്സായ സമയം മുതലായ തങ്ങളെ ഹജ്ജിന് പോയി മക്കത്താണുള്ളത്. ഒരു ദിവസം ഫോണിൽ വിളിച്ച് അതൊക്കെ പറയുമ്പോൾ മനസ്സിങ്ങനെ ഇടറിപ്പോകായിരുന്നു. എനിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ ആകെ വിറങ്ങലിച്ചു. എന്താ താങ്കളെ പറയുന്നത്? പറയും ഹാമിദ് മോനെ +2 പാസ്സായിരിക്കുകയാണ്. മൂപ്പർക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ നാട്ടില്ലാത്തൊരവസ്ഥയിൽ ചേർക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് പറ്റിയ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് മോനോട് പറയണം നമ്മൾ വന്നിട്ട് ചേരാം. എനിക്ക് ഓരോ പറഞ്ഞപ്പോൾ വലിയ ആവേശം. തങ്ങളുടെ മോൻ എഞ്ചിനീയർ ആകുമെന്ന് പറഞ്ഞാൽ എന്റെ പോലത്തെ ജാഹിലിന്റെ ചിന്തയിൽ വലിയൊരു സംഭവം. പക്ഷെ ഓരോ പറഞ്ഞ
ആ കാര്യം ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഭട്കളിലെ അഞ്ജുമൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കുറച്ചെങ്കിലും ദീനീപരമായ മുസ്ലിം മൈനോറിറ്റിയുടെ കോളേജ് പഠിക്കാൻ നല്ലതെന്ന് മനസ്സിലാക്കി അവിടെ പോയി ഞാൻ തന്നെ നേരിട്ട് പോയി അപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കൊണ്ടെന്ന് മോന്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയും ചെയ്തു. എന്റെ മനസ്സിൽ ഇങ്ങനെ പറയാറുണ്ട്, തങ്ങൾ എഞ്ചിനീയർ നമ്മൾ വലിയൊരു കാര്യം പറയും. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു കുഞ്ഞെ വിളിച്ച് പറഞ്ഞു, ഞാൻ വന്ന ഉടനെ പോയി ചേർക്കാം, നിങ്ങളും വരണം. കുറച്ച് ദിവസം കഴിഞ്ഞ് തങ്ങൾ എത്തിയതിന്റെ അന്നോ പിറ്റെന്നോ വിളിച്ചു, നിങ്ങളിങ്ങോട്ട് ആദ്യം ചേർക്കണ്ടേ, ഇങ്ങോട്ട് വരണം. ഞാൻ വിളിച്ചു. കൊടുവള്ളിയിൽ കുറെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഈ സദസ്സിലൊക്കെ അറിയാം, ചെറിയ ഒരു റൂമാണ്. ഞങ്ങളെപ്പോഴും അവിടെയാണ് ഇരിക്കുക. മോനെ വിളിച്ചു, ഞങ്ങൾ മൂന്നാള് മാത്രമാണ്. അവിടെയാണ് വിസ്മയം ശരിക്കും ഞാൻ കാണുന്നത്. മോനോട് മോനെ എഞ്ചിനീയറാതിൽ എനിക്ക് യാതൊരു വിഷമമില്ല, നല്ല കാര്യം തന്നെ. പക്ഷേ എനിക്ക് അള്ളാഹു വായന മാത്രമാണ് തന്നിട്ടുള്ളത്. ലോകത്ത് തന്നെ ചിലപ്പോൾ കിട്ടാൻ പ്രയാസമായ കിതാബുകൾ, വിലമതിക്കാനാകാത്ത പല കിതാബുകളും എൻ്റെ ശേഖരത്തിലുണ്ട്. ഞാൻ ഒരു അവകാശിയായി ഇത് ആർക്കാണ് കൊടുക്കുക? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടു പോയാൽ ഇത് അനാഥമായി പോയില്ലേ മോനെ? മോൻ പഠിക്കുന്നതിനെ പറ്റിയല്ല എനിക്ക് വിഷമം. എനിക്കൊരു പിൻഗാമിയായിട്ട് മോൻ വേണ്ടേ എന്നുള്ള രൂപത്തിൽ വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് ഉപദേശിച്ചത്. എന്നിട്ട് പറഞ്ഞു, മോനെ പെട്ടെന്ന് മറുപടി പറയണ്ട, നിങ്ങളെ മനസ്സിൽ എന്താണോ തോന്നുന്നത് നിങ്ങൾ 2 ദിവസം കൊണ്ട് പറഞ്ഞാൽ മതി. ദർസിൽ ചേർന്ന് ഹിതാബിയായിലേക്ക് പോവാം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ എന്നും എൻ്റെ മനസ്സിൽ ഓടി വരാം. മോനോട് പറഞ്ഞു, മോനെ എഞ്ചിനീയറായി, ജൂനിയർ എഞ്ചിനീയറായി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി, സൂപ്രണ്ട് എഞ്ചിനീയറായി. ഇപ്പൊ തങ്ങൾ സൂപ്രണ്ട് എഞ്ചിനീയർക്ക് ആൾക്കാർ ഓടി വരും, പറയും, ഒക്കെ ചെയ്യും. പക്ഷെ ഒരു ദിവസം റിട്ടയർ ആയാലും തങ്ങൾ എഞ്ചിനീയർ ആയാലും റിട്ടയർ തന്നെ ആരും തോന്നിക്കും. അതിന്റെ മോനോട് മോനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ മൂക്കുന്നിടത്തോളം കൂടുതൽ കൂടി വരും. ഈ പണിക്കൊന്നും എനിക്ക് കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അതല്ലേ നല്ലത് എന്ന് അവസരം വെച്ചു. അൽഹംദുലില്ലാഹ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു, അവർ നിർവഹിച്ചു ആ ഒരു സമീപന രീതി നമ്മളെല്ലാം മക്കളോട് അടിച്ചേൽപ്പിക്കുക ഒരിക്കലല്ല, വളരെ സൗമ്യമായ നില. 2 ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ വിളിച്ചു പറഞ്ഞു, മോൻ ദർസിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് പഠിക്കാൻ വളരെ സൗകര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു പോവാം, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ടവർ ഇന്നുണ്ട് നമ്മുടെ മുമ്പിലാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തങ്ങളെ അധ്യാപനം തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. പലപ്പോഴും നമുക്ക് മനസ്സിലാത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഭാഗത്തുനിന്ന് കാണാറുണ്ടായിരുന്നു. എന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ബാപ്പ ചിലപ്പോൾ ആരെയൊക്കെ പരിചയം കാണും. DP അഹമ്മദാജി പുല്ലങ്കര 38 കൊല്ലകാലം മുസ്ലിയുടെ സമന്വയ നേതാവ് ഒക്കെ 14 വർഷത്തിൽ ബന്ധപ്പെട്ടു. ഉപ്പ ഹോസ്പിറ്റലിൽ കിടക്കും, തലശ്ശേരി ഹോസ്പിറ്റലിൽ സുശാന്തി സെന്ററിൽ തങ്ങൾ കാണാൻ വന്നു. കുടുംബം ഉണ്ടായിരുന്നു, കുടുംബം താഴെയായിരുന്നു. ഓരോ ഞാൻ കൈ പിടിച്ച് റൂമിൽ വന്നു. ഉപ്പ കണ്ടോടെ തന്നെ തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ആയിരിക്കാൻ എന്നെ മനസ്സിലായി വന്നു. എന്റെ ഹബീബിനെ എനിക്ക് മനസ്സിലാകുന്നത് തങ്ങളിൽ പോരുന്നു. തങ്ങളൊരിക്കൽ പോരേണ്ട നിങ്ങൾ. അപ്പൊ അവിടെയാണ് എനിക്ക് ഞങ്ങൾ കുടുംബമുള്ളവർക്ക് എല്ലാ കാലങ്ങളിലും നമ്മൾ നടക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, അജിക്കാങ്ങൾ മക്കൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം, മക്കൾക്ക് വേണ്ടി വായിച്ചു. അതാണ് അവസാനം സംസാരം തമ്മിൽ നടന്നു. രണ്ടുപേരും സലാം ചൊല്ലി. അതിനുശേഷം ബാപ്പ ഇതിനാൽ സംസാരിച്ചില്ല. അത്രയും മഹത്തരമായ. എന്നിട്ട് എന്റെ പുറത്തറി എന്നോട് പറഞ്ഞു, ലത്തീഫ് ഇവിടുന്ന് മാറരുത്, ലത്തീഫ് അജിക്കാന്ന് വിളിക്കാൻ സാധിക്കും, മാറരുത്, ഉപ്പാന്റെ സെക്രട്ടറിയാണ് നൽകുന്നത്. അത് ഭൗതികമായി നമ്മുടെ പോകുന്നല്ലാതെ നമ്മളെല്ലാം മനസ്സിൽ തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലായി ഇതിനെ പറ്റി പറയുന്നില്ല, പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന് അനുഭവിച്ചല്ലാത്തതുകൊണ്ട് അത് പൊരുത്തക്കേടായി പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ആബിദ് നമ്മളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും തങ്ങളുടെ മനസ്സ് എന്താണെന്നും സദസ്യങ്ങളൊക്കെ തങ്ങളെ സ്നേഹിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു അവസ്ഥ വിശേഷിക്കുന്ന എല്ലാ സദസ്സുകളിലും ഓടിച്ചാൽ
പരിപാടി വരുന്നത്. ഈ നാദാപുരത്ത് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഏത് കല്യാണത്തിലായാലും ഏത് ആഘോഷ വീട്ടിലായാലും ക്ഷണിക്കാതെ ചെന്നതോടുകൂടെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ പലരുടെ ആൾക്കാർ പല പണ്ഡിതന്മാരോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറഞ്ഞില്ല, പല നേതാക്കന്മാരുടെ കൂടിയാലും അവരെ കീഴിലുള്ള ആൾക്കാർ കാണുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ കൈവിട്ടു പോകുന്നൊരവസ്ഥയാണ്. പക്ഷെ തങ്ങൾ അങ്ങനെ തങ്ങളെ കൂടെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ഓരോ ഇരുന്നാൽ നമ്മൾ ഇരുത്തും, ഓരോ കഴിക്കണേ നമ്മൾ കഴിക്കും. അങ്ങനെ ആരും നമുക്ക് കിട്ടും.